ാണ് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത്. സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു കാര്യവും ഏതൊരു വിഷയവും അത്ര പഠിച്ച് അത് നമ്മളിലേക്ക് കൺവേ ചെയ്ത് തരാനുള്ള ആ ഒരു കഴിവ് എടുത്ത് പറയത്തക്ക തന്നെയാണ്. ഐക്കൺസ് ഓഫ് ജസ്പെയ്ഡിന്റെ ക്യാപ്റ്റനായ വൺ ആൻഡ് ഓൺലി അനീഷ് സാറിനെയാണ് ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. പ്ലീസ് വെൽക്കം സർ. Okay. Good evening all. Thank you, Sheila madam. Okay, മനോഹരമായി പരിചയപ്പെടുത്തി. I am Anish Parur, Zonal Manager, Jasper International. Okay, ഒരു ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു ബിസിനസ് അവസരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു പ്രൊജക്ട് മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് അവയർനെസ് അത് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് കേൾക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരുപാട് ജോലിയും ബിസിനസ് എല്ലാം ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നെല്ലാം നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് വലിയൊരു വരുമാനങ്ങളൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതം ഇന്നിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരം അല്ലെങ്കിൽ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ കവർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ഇതെല്ലാം ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നിപ്പോൾ നമ്മളുടെ ഒരു വരുമാനത്തിലേക്ക് നോക്കുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചെലവിലേക്കും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ ഒരു നല്ലൊരു അസറ്റ് അല്ലെങ്കിൽ ഭാവിയിൽ ഒരു സേവിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. കാരണം നല്ല വീട് വെക്കാനും മക്കളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടത്താനും വിവാഹം നല്ല രീതിയിൽ നടത്താനും അല്ലെ, ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് ബാക്കി വെക്കാനായിട്ട് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു പ്രൊജക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രൊജക്റ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കമ്പനിയുടെ പേരാണ് ജസ്പേഡ് ഇന്റർനാഷണൽ. അപ്പോൾ നമ്മളിവിടെ കമ്പനിയുടെ പേര് പരിചയപ്പെട്ടു. കഴിഞ്ഞ 25 വർഷത്തെ ബിസിനസ് ചെയ്ത് പാരമ്പര്യമുള്ള ഒരു കമ്പനിയുടെ സെക്കൻഡ് വെഞ്ചറാണ് ജസ്പേഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. ഇവന്റ് മാനേജ്മെന്റും ഹോട്ടൽ ഫീൽഡിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് പുതിയൊരു ഇ കോമേഴ്സ് സംരംഭം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ജസ്പേഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന രീതിയിൽ മറ്റൊരു പ്രൊജക്ട് കൂടി കമ്പനിയോട് സ്റ്റാർട്ട് ചെയ്തു, ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന. അങ്ങനെ ഒത്തിരി പ്രൊജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന, ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളും വിന്നിക്കൊടി പാറിക്കുന്ന ഒരു മാനേജ്മെന്റിന്റെ ഒരു പുതിയൊരു സംരംഭത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ കേൾക്കാൻ പോകുന്നത്, ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിൽ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള ആ ഒരു പ്രത്യേകതരം ആ ഒരു പേര് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനെ വ്യത്യസ്തമാക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് ചന്ദനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രയും പ്രീമിയം ആയിട്ടുള്ള ഒന്നാണ് ചന്ദനം, ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് ചന്ദനം, ഏറ്റവും മഹത്വമുള്ള ഒന്നാണ് ചന്ദനം. അപ്പോൾ ടൂറിസത്തിനെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്ന പ്രീമിയം റിസോർട്ടുകൾ ഇവിടെ ചെയ്യുമ്പോൾ അതിന് ചുറ്റും 16 ചന്ദനമരങ്ങൾ നട്ടുകൊണ്ട് ആ ഒരു ചന്ദനമരത്തോപ്പിൽ താമസിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് കൂടിയിട്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. ആ ഒരു റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിന്റെ സാധ്യത കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിന്റെ സാധ്യത? ഇവിടെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സിമ്പിൾ ആണ്, പവർഫുൾ ആണ്, സേഫ് ആണ്, അൺബ്രേക്കബിൾ വെൽത്ത് ആണ് റിയൽ എസ്റ്റേറ്റ്. ആ റിയൽ എസ്റ്റേറ്റിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വാങ്ങുക, വിൽക്കുക, വാടകയ്ക്ക് കൊടുക്കുക, ഇതാണ് റിയൽ എസ്റ്റേറ്റ്. നേരെ നമുക്ക് ഭൂമിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതിന്റെ ഗ്യാരണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 450 കോടി വർഷമായി ഭൂമി ഇവിടെ നിലനിൽക്കുന്നു. ഇനിയും 750 കോടി വർഷത്തോളം ഭൂമി ഇവിടെ തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. അത്രയും പാരമ്പര്യവും അത്രയും ലോങ് ലൈഫാണ് ഭൂമി എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു സാധ്യത 71% ഇവിടെ വെള്ളമാണ്, ബാക്കിയുള്ള 29% കരഭാഗമായിട്ടുള്ളൂ. അതിൽ തന്നെ 29% തന്നെ ഒരു 100% കണ്ടു കഴിഞ്ഞാൽ 31% ഡെസേർട്ടും 31% ഫോറസ്റ്റും 21% മൗണ്ടനും 10% ഗവൺമെന്റ് പ്രോപ്പർട്ടികളുമാണ്. ഇതൊന്നും നമുക്ക് വിൽക്കാൻ പറ്റില്ല. സെല്ലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേവലം 5% മാത്രമേ ഉള്ളൂ. ഇതും ഡേ ബൈ ഡേ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ 96 ലക്ഷം ഏക്കറാണ് കേരളം എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു സംസ്ഥാനം. അതിൽ തന്നെ 44ഓളം വലിയ തടാകങ്ങൾ 70,000 ഏക്കറായി കഴിഞ്ഞു, അത് പോയി കഴിഞ്ഞു. ഇനി ബാക്ക് വാട്ടർ ആയിട്ട് 25,000 ഏക്കർ, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിൽക്കാനോ കൈമാറ്റം ചെയ്യാനൊന്നും പറ്റില്ല. കുറെ കാടുകളുണ്ട് 32%, അതും വിൽക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ കേവലം കേരളത്തിലും വിൽക്കാനും കൈമാറ്റം ചെയ്യാനും പറ്റുന്ന ഭൂമി എന്ന് പറയുന്നത്
10 മുതൽ 12 ലക്ഷം ഏക്കറുകൾ വരെ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കറിയാം പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ അതിലുപരി ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സ്ഥലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് കിട്ടാനില്ലാത്ത ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ യുപിയിലും ബാംഗ്ലൂരിലൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, അവിടെയെല്ലാം സ്ഥലത്തിന്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഏക്കർ കണക്കിനും സെന്റിനെല്ലാം സ്ഥലം വിറ്റിരുന്നെങ്കിൽ ഇന്നിപ്പോ സ്ക്വയർ ഫീറ്റിനാണ് ഭൂമി കച്ചവടം അവിടെയെല്ലാം നടക്കുന്നത്. ഇവിടെ കേരളത്തിൽ കൊച്ചിയിലൊക്കെ സ്ക്വയർ ഫീറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത 5-10 വർഷങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ പല ജില്ലകളിലും സ്ക്വയർ ഫീറ്റിനായിരിക്കാം ഭൂമി കച്ചവടം നടക്കുക. അപ്പൊ അത്രയും ഡിമാൻഡ് വർദ്ധിക്കുന്ന ഒന്നാണ് ഭൂമി എന്ന് പറയുന്നത്. ഇതില് നമുക്ക് പല രീതിയിൽ പണം ഉണ്ടാക്കാം. പ്രധാനമായിട്ടും 4 രീതിയിൽ. ലാൻഡ് വാങ്ങി സാധാരണഗതിയിൽ നമുക്ക് മറിച്ചു കൊടുത്തുകൊണ്ട് പണം ഉണ്ടാക്കും. കുറച്ചുകൂടി ഒന്നുകൂടി പ്രാക്ടിക്കലായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ലാൻഡിനെ കുറച്ചുകൂടി വാല്യൂ കൂട്ടിക്കൊണ്ട് പണം ഉണ്ടാക്കാം. അതിൽ ബിൽഡിങ്ങുകൾ പണിതുകൊണ്ടും അതിനെ വിറ്റുകൊണ്ടും വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് പണം ഉണ്ടാക്കും. വിലപിടിപ്പുള്ള മരങ്ങൾ ഭൂമിയിൽ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് എന്ന് പറയുന്ന ആശയത്തിലൂടെ പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതിയിൽ നിന്ന് വെറുതെ ലഭിക്കുന്ന കല്ല്, മണ്ണ്, വെള്ളം, അതോടൊപ്പം തന്നെ കാറ്റ്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്ന രീതികളുണ്ട്. അപ്പോ ഇവിടെ നമുക്കറിയാം, നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് ആണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ചന്ദനം അല്ലെ, സ്റ്റാൻഡിങ് ടിമ്പേഴ്സ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡിങ് ടിമ്പേഴ്സിന് വേണ്ടി നമ്മൾ ഭൂമി തെരഞ്ഞെടുത്തിരിക്കുന്നത് നിലവിൽ വയനാട്ടിലാണ്. മരങ്ങളെല്ലാം മുറിച്ച് ക്ലീൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ചന്ദന കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയെ ലാൻഡിനെ പരുവപ്പെടുത്തിക്കൊണ്ട് വഴിയെല്ലാം വിട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ വിൽക്കുക. അപ്പോ ഇവിടെ പറഞ്ഞു ചന്ദനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക പല കാര്യങ്ങളാണ്. വീരപ്പൻ, അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇത് അനുവദിച്ചു തരുമോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് അതിന്റെ ശരിയായ രീതിയിലേക്ക് അല്ലെങ്കിൽ ശരിയായ ആൻസറിലേക്ക് കിടക്കാം. ചന്ദനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളതും ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു മരം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ഇവിടെ ചന്ദനം എല്ലാവരുടെയും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോൾ അതിന്റെ സാൻഡൽവുഡ് ആക്ട് ഒക്കെ നിലവിൽ വന്നു. സ്വകാര്യ ഭൂമിയിൽ ചന്ദനം വെച്ച് പിടിപ്പിക്കാനും അത് അതിന്റെ മെച്യൂരിറ്റി പീരീഡ് എത്തിക്കഴിയുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിവരം അറിയിച്ചുകൊണ്ടും അത് അവർ മുറിച്ചുകൊണ്ടുപോയി ലേലത്തിൽ വെച്ച് പണം ലാൻഡ് ഓണറുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് ഇട്ട് തരുന്ന ആ ഒരു നിയമം ഓൾറെഡി പാസ്സായി കഴിഞ്ഞു. കഴിഞ്ഞ 2024 ഫെബ്രുവരി 5-ാം തീയതി കേരള സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ഇതിനെ ഒന്നുകൂടി ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നതിന് വേണ്ടിയും ചന്ദന കൃഷി ചെയ്യുന്നതിന് വേണ്ടിയും ഒരു പ്രഖ്യാപനവും കൊണ്ടുവന്നു. ചന്ദന കൃഷിയിലെ പ്രോത്സാഹനം കൊണ്ടുവരാൻ അതിലെ ഇളവുകൾ കൊണ്ടുവന്നു എന്നുള്ളതും 50% അഡ്വാൻസ് തുക കൊടുക്കാമെന്നുള്ളതും, അതായത് മുറിച്ചു കഴിഞ്ഞാൽ ലേലം കഴിഞ്ഞ് കിട്ടുന്നതിൽ ഉപരി 50% ലേലത്തിന് മുന്നേ തന്നെ നമുക്ക് തരാനും ബാക്കി 50% ലേലം കഴിഞ്ഞതിന് ശേഷം കൊടുക്കാനുള്ള പുതിയ ആഹ്വാനങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ നമ്മുടെ പ്രശ്നം, ഇത് മോഷണം നടക്കില്ലേ? തീർച്ചയായിട്ടും അത്രയും ഡിമാൻഡ് ഉള്ള ഒന്നാണ് ചന്ദനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചന്ദന കൃഷി എന്ന് പറയുന്നത്. ഇതിനെ ഒരു ഗ്രൂപ്പ് ഫാമിങ്ങിലൂടെ കൊണ്ടുപോകുന്നുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു സമ്പാദ്യം നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റ് ആണ് ഇവിടെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കേരള സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കൊണ്ടുവന്നപ്പോൾ അതിനെ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പ്രൊമോട്ട് ചെയ്തു. കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് പശ്ചിമഘട്ടമുള്ള തമിഴ്നാട്, കർണാടക, ആന്ധ്ര, കേരളം ഈ 4 സംസ്ഥാനങ്ങളോടാണ് പ്രധാനമായിട്ടും സാൻഡൽവുഡ് ഫാമിംഗ്, ചന്ദന കൃഷി ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളതും സുഗന്ധമുള്ളതും ഓയിൽ കണ്ടന്റ് ഉള്ളതും ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന ചന്ദനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന സാൻഡാലം ആൽബം എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ മറയൂരാണ്. അപ്പോ ഇതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ 6000 ടൺ ചന്ദനത്തിന്റെ ആവശ്യകതയാണ് ഉള്ളത്. പക്ഷെ 800 ടണ്ണിൽ താഴെ മാത്രമേ ലോകത്ത് തന്നെ ചന്ദനം ലഭ്യതയുള്ളൂ. ഇനി പറഞ്ഞു ഇന്ത്യയിൽ ആണ് ഈ ഒരു ഫസ്റ്റ് ക്വാളിറ്റി ചന്ദനം ലഭിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ 2000 ടൺ ചന്ദനത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ആകെ 100 ടണ്ണിൽ താഴെ മാത്രമേ ചന്ദനം ഒരു വർഷം ലഭ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും ഡിമാൻഡ് ഉള്ള ഒരു സാൻഡൽവുഡിനെ ഇവിടെ ഇന്ത്യക്ക് തന്നെ ഇത്രയധികം ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ഈ 2000 ടൺ ഇന്ത്യയിൽ എത്തിയാൽ മാത്രമാണ് നമുക്ക് ബാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് ഭാവിയിലേക്ക് എക്സ്പോർട്ടിങ് ഇന്ത്യക്ക് കൊടുക്കണമെങ്കിൽ പോലും കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിലവിൽ എക്സ്പോർട്ടിങ് ബാനാണ്, എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇന്ത്യയിൽ തന്നെ 2000 ടൺ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ 100 ടണ്ണിൽ താഴെ മാത്രമേ ലഭ്യതയുള്ളൂ. അപ്പൊ ഇന്ത്യയിലുള്ള പല കമ്പനികളും സാൻഡൽവുഡ് വെച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാൻഡൽവുഡ് ഓയിൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പല വിദേശ രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഓയിൽ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയപ്പോൾ വിദേശ നാണ്യം ഇവിടേക്ക് ലഭിക്കേണ്ട ഒരു പ്രൊജക്റ്റ്
നമ്മളുടെ രാജ്യത്തെ പണം വിദേശത്തേക്ക് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയപ്പോൾ രാജ്യം ഇതിനെ പഠിച്ചുകൊണ്ടാണ് ഇതിനെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി പ്രൊമോട്ട് ചെയ്തത്. അങ്ങനെ കേരളം ഏറ്റെടുത്തു. ഇതിനെ നമ്മൾ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കമ്പനി ആദ്യമായി കൊണ്ട് തന്നെ ഈ ഒരു ബഡ്ജറ്റ് വന്നതിന് ശേഷം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ ചന്ദന കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് 1400 ഏക്കറാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ട് വരുന്നത്. എല്ലാ പ്രൊജക്റ്റ് നമ്മൾ 1400 ഏക്കറിനെ 5 സെന്റിന്റെ ഭൂമികളാക്കി തിരിച്ചുകൊണ്ട് 28,000 5 സെന്റിന്റെ പ്ലോട്ടുകളാണ്, 5 സെന്റ് മുകളിലുള്ള പ്ലോട്ടുകളാണ് നമ്മളിവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ 2 ഏക്കർ വീതമുള്ള 700 പ്രൊജക്റ്റുകളാണ് നമ്മളിവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു വയനാട്ടിലാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ലാൻഡ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്ററിനും 1100 മീറ്ററിനും ഇടയിലുള്ള സ്ഥലങ്ങളെയാണ് ചന്ദന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അതും IWST, ചന്ദനത്തെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും എല്ലാം പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു സയന്റിസ്റ്റ് വിങ് ആണ്. അപ്പോ 700 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ 3 ജില്ലകളുള്ളൂ, ഇടുക്കി, വയനാട്, പത്തനംതിട്ട. അതിൽ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള ഗ്രീൻ സോൺ ഉള്ള ഒരു ഏരിയ കൂടിയിട്ടാണ് വയനാട്. നമ്മൾ അതിനുവേണ്ടി ലാൻഡ് തിരഞ്ഞെടുത്തു. അതിനുവേണ്ടി മരങ്ങളെല്ലാം മുറിച്ച് ക്ലീൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് 5 സെന്റിന്റെ വീതം പ്ലോട്ടുകളാക്കി തിരിച്ചുകൊണ്ട് ഇതിൽ 20 സാൻഡൽവുഡ് ചന്ദന തൈകൾ നട്ടുകൊണ്ടാണ് പ്രോപ്പർട്ടി ചെന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പേരിൽ ആധാരവും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കേവലം 12 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഇതിന് വില നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു കർഷകന്, ഈ ഒരു ചന്ദന കൃഷിയെ മനസ്സിലാക്കുന്ന, പഠിക്കുന്ന, അറിയുന്ന ഈ ഒരു കർഷകന് അതിൽ നിന്ന് എന്ത് ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാം, എന്ത് ലാഭമാണ് കിട്ടുക? ഇവിടെ ഒരു ചന്ദനമരം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 മുതൽ 15 വർഷം കൊണ്ട് ഹോസ്റ്റ് പ്ലാന്റിന്റെ എല്ലാം സഹായത്തോടു കൂടി തന്നെ ജൈവ കൃഷി രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട്, സ്വാഭാവികമായിട്ടല്ല ജൈവ കൃഷി രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് തന്നെ അതിനെ ഒരു 200 കിലോ വരെ ടോട്ടൽ വെയിറ്റ് കിട്ടുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിന്റെ 10% മാത്രമായിരിക്കും കാതൽ. 10% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20 കിലോ കാതൽ. ഇന്ന് നിലവില് 20,000 രൂപക്ക് മേലെ കാതലിന് വിലയുണ്ട്, ഒരു ചന്ദനമരത്തിന്റെ നല്ല ഹാർഡ്വുഡിന് വില. അങ്ങനെയാണെങ്കിൽ 20 കിലോക്ക് 20,000 രൂപ വെച്ച് നോക്കിയാൽ തന്നെ 4 ലക്ഷം രൂപ വരെ നമുക്ക് അതിന്റെ കാതലിൽ നിന്ന് മാത്രം വരുമാനം ലഭിക്കും. കഴിഞ്ഞില്ല, ഇതിന്റെ ഇല ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങൾക്കും ഏകദേശം 15-16ഓളം ക്ലാസിഫിക്കേഷൻസിൽ വില ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 2,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 3,60,000 രൂപ അതിലൂടെയും വരുമാനം ലഭിക്കും. ടോട്ടൽ ഒരു മരത്തിൽ നിന്ന് മാത്രം 7,60,000 രൂപ വരെ വരുമാനം ലഭിക്കും. അങ്ങനെ നോക്കിയാൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ 20 ചന്ദന മരങ്ങളാണ് ഉള്ളത്. 7,60,000 രൂപ വെച്ച് നോക്കുമ്പോൾ 1,52,00,000 രൂപ വരെ ഇന്നത്തെ റേറ്റ് പ്രകാരം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആവറേജ് 7 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ ഇന്നിപ്പോ വില കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇനി ലഭിക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത 15 വർഷം കഴിയുമ്പോൾ ഇത് മുറിക്കുമ്പോൾ കിട്ടുന്ന വില ഇതായിരിക്കണം എന്നില്ല. കാരണം കഴിഞ്ഞ 15 വർഷങ്ങളിലെയും അതിനു മുമ്പത്തേക്ക് വില നമ്മൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്വർണത്തേക്കാൾ ഫാസ്റ്റ് ആയിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സാൻഡൽവുഡ് എന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച IWSTയുടെ ആ സൈറ്റിൽ സാൻഡൽവുഡിനെ കുറിച്ച് മാത്രം പഠിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റ് കൂടി നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. സാൻഡൽവുഡ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിൽ കൃത്യമായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്ററിന് ഉയരമുള്ള സ്ഥലങ്ങളും അതിന്റെ കാലാവസ്ഥ, മണ്ണ്, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പേജിൽ കൊടുത്തിരിക്കുന്നു 1980 1 കിലോ ചന്ദനത്തിന്റെ വില എന്ന് പറയുന്നത് കേവലം 20 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടണ്ണിലേക്ക് മാറ്റിയിട്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കിലോയിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ 1980 20 രൂപ ഉണ്ടായിരുന്ന ചന്ദനം 90ലേക്ക് എത്തിയപ്പോൾ അത് 200 രൂപയായിട്ട് കുതിച്ചു. 2008 എത്തിയപ്പോൾ 1 കിലോ ചന്ദനത്തിന്റെ കാതലിന്റെ വില 3,000 രൂപയായിരുന്നു. അതായത് കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ്. ആ 3,000-ൽ തന്നെ നിൽക്കാതെ അതിന്റെ ഒരു മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് 6,000-ലോ പിന്നീട് 9,000-ലോ 12,000-ലോ 15,000-ലോ ഒന്നും നിൽക്കാതെ നേരെ 2023 എത്തിയപ്പോൾ അത് 20,000 രൂപയും മറികടന്നു. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 1980 മുതൽ 2023 വരെയുള്ള 40 വർഷങ്ങൾക്ക് മേലെ എടുത്തപ്പോൾ 1000 മടങ്ങ് വില വർദ്ധിച്ച ഒന്നായിട്ട് ചന്ദനം മാറി എന്നുള്ളതാണ്. സ്വർണം നമുക്ക് നോക്കിയാൽ അറിയാം 1980 ഗ്രാമിന് 133 രൂപയിൽ നിന്ന് ഇന്നിപ്പോ 8,000 രൂപ മറികടന്നെങ്കിൽ എങ്ങനെ നോക്കിയാലും നമുക്കറിയാം ഒരു 60-63 മടങ്ങ് സ്വർണത്തിന്റെ വില കൂടിയിട്ടുള്ളൂ. അപ്പോ ചന്ദനം സ്വർണത്തെക്കാൾ 10 മടങ്ങ് അല്ലെങ്കിൽ 1000 മടങ്ങോളം വില വർദ്ധിച്ച ഒന്നായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് തലയെടുപ്പോട് കൂടി. അപ്പൊ അത്രയും നല്ല രീതിയിൽ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സാൻഡൽവുഡിന്റെ പ്ലാന്റേഷനിൽ, റിയൽ എസ്റ്റേറ്റിലെ സാൻഡൽവുഡിന്റെ പ്ലാന്റേഷനിൽ. അപ്പോ അടുത്ത 15 വർഷം കൊണ്ട് നമുക്കറിയാം 2038 ഇങ്ങനെ ഒരു വില നിലവാരം വെച്ച് നോക്കുമ്പോൾ തന്നെ ഇപ്പോഴും സാൻഡൽവുഡിന്റെ ലഭ്യത കുറവുള്ളത് കൊണ്ട് തന്നെ, ഡിമാൻഡ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ 8-10 മടങ്ങ് വില വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിൽ പോലും അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. കേവലം ഒരു 4.5 മടങ്ങ് വില വർധനവ് മാത്രം പ്രതീക്ഷിച്ചാൽ പോലും
1 കിലോക്ക് 87,500 രൂപ വരെ നമുക്ക് ഇവിടെ ലഭിക്കാം. ഒരു 20 കിലോ വരുന്ന കാതലിന് 87,500 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 17.5 ലക്ഷം രൂപയാണ് ആ ഒരു മരത്തിന്റെ കാതലിൽ നിന്ന് മാത്രം നമുക്ക് വരുമാനം ലഭിക്കുക. 20 മരങ്ങളുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ. 17,50,000 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ ഏകദേശം 3.5 കോടി രൂപ വരെ നമുക്ക് അവിടെ വരുമാനം ലഭിക്കുന്നു. ഇവിടെ ഇല ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങൾക്കും വില കിട്ടുന്നത് നമ്മൾ പറഞ്ഞു. അവിടെ 4,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും ഏകദേശം 1.5 കോടി രൂപ വരെ അതിലൂടെയും വരുമാനം ഉണ്ടാക്കാം. ടോട്ടൽ 4,94,00,000 രൂപ വരെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു പ്രൊജക്ട്. ഇതിനേക്കാൾ കൂടാനാണ് സാധ്യത. നമ്മൾ പറഞ്ഞു ഒരു ഡിമാൻഡ് നമ്മൾ കുറച്ചിട്ട് കൂട്ടിയാൽ പോലും ഇത്രയും വരുമാനം ലഭിക്കുന്ന ഒന്നാണ് ഒരു സാൻഡൽവുഡിന്റെ ഫാമിംഗ്. അപ്പോ ഇത് മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. അപ്പോ അവിടെ നമുക്കറിയാം ഒരു 15 വർഷം കൊണ്ടാണ് നമുക്കൊരു ഹൈ റിട്ടേൺ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് നമ്മുടെ സ്വന്തം പേരിൽ ആധാരം ചെയ്ത ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നെങ്കിൽ, ഇവിടെ ചില ആളുകൾ ചിന്തിക്കും എനിക്ക് ഹൈ റിട്ടേൺ ഓക്കെ, പക്ഷെ മന്ത്ലി എന്തെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു പ്രൊജക്ട്. അവിടെ നമ്മളുടെ ടൂറിസം പദ്ധതി തന്നെ നമുക്കതിൽ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണിക്കാൻ സാധിക്കും. കാരണം ഇവിടെ 16 ചന്ദനമരങ്ങളോടൊപ്പം തന്നെ ഒരു കോട്ടേജ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 സെന്റ് ഭൂമിയിലാണ് അത് ചെയ്യുക. അപ്പൊ അതിലൂടെയും നമുക്ക് നല്ല വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോട്ടേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 50-60 ലക്ഷം രൂപയാണ് വില വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു കോട്ടേജിൽ ഏകദേശം ചുറ്റിനും 16 ചന്ദനമരങ്ങളും അതോടൊപ്പം തന്നെ ഒരു സിംഗിൾ അവരുടെ ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള ഒരു ബെഡ്റൂമും അതോടൊപ്പം കിച്ചണും ബാത്റൂമും ഇതെല്ലാം സെറ്റപ്പും വരുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു മിനി പൂൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവിടെ കോമൺ ആയിട്ടുള്ള അമ്യൂണിറ്റീസ് ഒത്തിരി കാര്യങ്ങളുണ്ട്. കോമൺ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. 500 പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് കേവ് മോഡൽ ഓഡിറ്റോറിയം ഉണ്ട്. DJ ഡാൻസ് ഹോൾ ഉണ്ട്. റെയിൻ ഡാൻസ് ഹോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഹോർസ് റൈഡിങ് ഉണ്ട്, സ്പാ ഉണ്ട്, അരോമതെറാപ്പി ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ബോട്ടിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേറെ വലിയ ഒരു പ്രൊജക്ട് നമ്മൾ വാങ്ങുമ്പോൾ, ഇങ്ങനെ ഒരു കസ്റ്റമർ വാങ്ങുമ്പോൾ, ഇവിടെ ആ ഒരു സാൻഡൽവുഡ് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാൻഡൽവുഡിലൂടെ 15 വർഷം കൊണ്ട് കിട്ടുന്ന ഒരു വരുമാനം അവിടെ ലഭിക്കുന്നു. അതിന്റെ കാതിൽ നിന്ന് മാത്രം 2,80,00,000 രൂപ 15 വർഷം കൊണ്ട് നമുക്ക് ഇതിലൂടെ കിട്ടുന്ന ഒരു റെന്റ് ഉണ്ട് അല്ലെ. നമുക്ക് ഏകദേശം ഇതിലൂടെ നമുക്ക് ഒരു 1 lakh 2 ലക്ഷം ഒക്കെ 2 lakhs ഒക്കെ നമുക്ക് വരുമാനം പ്രതീക്ഷിക്കാം. ആ ഒരു 1 ലക്ഷം രൂപ വരുമാനമായിട്ട് പ്രതീക്ഷിച്ചാൽ പോലും നമുക്കറിയാം ഇതിലൂടെ നമുക്ക് ഒരു വർഷത്തിൽ തന്നെ 12 ലക്ഷം രൂപകളൊക്കെ വരുമാനം കിട്ടുന്നു. അങ്ങനെ 1,80,00,000 രൂപ അതിലൂടെയും കിട്ടുന്നു. ഇല ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും വിൽക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു വരുമാനം കിട്ടുന്നു. 1,05,00,000 രൂപക്ക് മേലെ അതിലൂടെയും കിട്ടുന്നു. അങ്ങനെ ടോട്ടൽ തന്നെ നമുക്ക് നോക്കിയാൽ കുറച്ചിട്ട് കൂട്ടിയാൽ പോലും തന്നെ 5,75,00,000 രൂപക്ക് മേലെ വരുമാനം കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ മന്ത്ലി നമുക്കൊരു റിട്ടേൺ ആയിട്ട് ഇവിടെ വാടക ഇനത്തിൽ കിട്ടുന്നു. ഒരു 15 വർഷം കഴിയുമ്പോൾ സാൻഡൽവുഡിന്റെ മെച്യൂരിറ്റി പീരീഡിൽ എത്തിക്കഴിയുമ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ഇന്നേ വരെ റെന്റ് വാങ്ങിയതേക്കാൾ കൂടുതൽ ഒരു പ്രോഫിറ്റ് നമുക്ക് ആ ഒരു സാൻഡൽവുഡിലൂടെയും നമുക്ക് കിട്ടുന്നു. ഇതിന്റെ മറ്റൊരു കോട്ടേജ് ആണ് എഫ്രൈം കോട്ടേജ്. സെയിം 16 ചന്ദനമരങ്ങളോടൊപ്പം തന്നെയുള്ള 5 സെന്റ് ഭൂമിയിലുള്ള ഈ ഒരു കോട്ടേജിലൂടെയും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒരു റെന്റൽ ഇൻകവും സാൻഡൽവുഡ് 16 കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം എല്ലാം നമുക്ക് ഇതിലൂടെ പ്രതീക്ഷിക്കാം. ഏകദേശം 5 കോടി രൂപയ്ക്ക് മേലെ തന്നെ വരുമാനം പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഒരു മോഡൽ നമുക്ക് വില്ല ടൈപ്പ് കോട്ടേജ് ഉണ്ട്. ഇവിടെയും 16 ചന്ദനമരങ്ങളോട് കൂടിയിട്ടുള്ള 5 സെന്റിന്റെ ഭൂമിയാണ്. ഇതിലൂടെ നമുക്കൊരു 1 lakh ഒക്കെ മന്ത്ലി ഒരു ഇൻകം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കോട്ടേജ് ആണ്. അപ്പൊ ഇതിലൂടെ നമുക്കൊരു ടോട്ടൽ കോട്ടേജിന്റെ റെന്റും അതോടൊപ്പം തന്നെ ചന്ദനമരങ്ങൾ മുറിക്കുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനമൊക്കെ കൂടി എല്ലാം കൂടി വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 5 കോടിക്ക് മേലെ വരുമാനം ലഭിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പ്രൊജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിന് കുറച്ച് സവിശേഷതകൾ കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം കേവലം ഒരു 12 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാനിരിക്കുന്ന ഒരു വരുമാനം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വന്തം ലാൻഡിൽ ക്യാപിറ്റൽ എമൗണ്ട് എപ്പോഴും സേഫ് ആണ്. ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ക്യാപിറ്റൽ എമൗണ്ട് എപ്പോഴും ഉയർന്നുകൊണ്ടേ ഇരിക്കുള്ളൂ. ഭൂമിയുടെ വില എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ കണ്ടിട്ടുണ്ട് അല്ലെ, ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന, ഒരിക്കൽ പോലും ഗ്രാഫ് താഴേക്ക് വരാതെ വില കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാൻഡൽവുഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്. ചന്ദനമാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒന്നാമതായിട്ട് പറയാം. രണ്ടാമതായിട്ട് നമ്മൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഇതെല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ അല്ലെ. ഇത് അവർക്കത് നല്ല രീതിയിൽ തന്നെ അവരുടെ വിവാഹം കഴിച്ചു കൊടുക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ആരും നോക്കും? നമ്മൾ പറയും നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിൽ നമ്മൾക്ക് ആരും ഉണ്ടാവില്ല. ആ സമയത്ത്
മക്കൾ നോക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പെൺകുട്ടിയാണെങ്കിൽ അവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു, ആൺകുട്ടിയാണെങ്കിൽ അറിയാം വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോൾ അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി വൈഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബാക്കപ്പ് നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ 5 കോടി രൂപ നമ്മൾ ഒന്നും ചെയ്തില്ല അല്ലെ, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വിവാഹത്തിനെല്ലാം മാറ്റി വെച്ചു. പക്ഷെ ഈ 5 കോടി രൂപ നമ്മൾ വേറെ ഒരു ചെലവൊന്നും വന്നില്ലെങ്കിൽ ബാങ്കിൽ കൊണ്ട് FD ഇട്ടാലും മാസം 3 ലക്ഷം രൂപ നമുക്കൊരു ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ടാവും. എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്കിവിടെ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൊജക്റ്റിലൂടെ. ഹൈ റിട്ടേൺ ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു, നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട്. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഗ്യാരണ്ടി ആൻഡ് ട്രസ്റ്റ് ആണ്. ഒറിജിനൽ ഡോക്യുമെന്റ് നമ്മൾ പറഞ്ഞു, പ്രോപ്പർട്ടി ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ പേരിലോട്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് വാങ്ങാം. കരമടച്ച രസീറ്റും പോക്കുവരവും ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ വാങ്ങുന്നതോടൊപ്പം തന്നെ ഈ ഒരു 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു മാനേജ്മെന്റ് നമ്മൾക്ക് ഒരു എഗ്രിമെന്റ് ചെയ്തും കൂടി തരുന്നു. 15 വർഷത്തേക്ക് ഇതിനെ മെയിൻ്റനൻസും സെക്യൂരിറ്റിയും ഇതെല്ലാം ചെയ്തുകൊണ്ട് ഞങ്ങൾ നോക്കി നടത്തി തരാമെന്നുള്ള ആ ഒരു എഗ്രിമെന്റ് നമുക്ക് അവിടെ കിട്ടുന്നു. ഇവിടെ നമുക്ക് ഒരാളുടെ വാക്കിലല്ല വിശ്വാസം അല്ലെ, നമ്മളെല്ലാവരും പറയാറുണ്ട് വാക്കിൽ വിശ്വസിക്കല്ല, എഗ്രിമെന്റിൽ വിശ്വസിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം കൊടുക്കുന്നത് എന്താണ്, ഒറിജിനൽ ഡോക്യുമെന്റും എഗ്രിമെന്റും തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ആണ് ഗ്രോയിങ് ഡിമാൻഡ്. അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും ചന്ദനത്തിന്റെ ഡിമാൻഡ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, എക്സ്പോർട്ടിങ് നിലവിൽ ബാനാണ്, പ്രൊഡക്ഷൻ ഇല്ലാത്തതാണ് കാരണം. അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു പറയാം ഈ ഒരു കൃഷി ഭാവിയിൽ പോലും നമുക്ക് ഈ ഒരു 15 വർഷം മാത്രമല്ല വീണ്ടും 15 വർഷം നമുക്ക് അവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ റിട്ടേൺ ആയിട്ട് നമുക്ക് ഒരു ലാഭമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ്. തലമുറയിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റ് ആണ്. കഴിഞ്ഞ മനോരമയിൽ വന്നൊരു വാർത്തയാണ്, പണം കായ്ക്കുന്ന മരങ്ങൾ നമുക്കും വാങ്ങാം, നടാം, ഇലയൊഴുകി എല്ലാം വിൽക്കാം, കിലോയ്ക്ക് 20,000 രൂപ വരെ. റൈറ്റ് സൈഡിൽ താഴെ നോക്കിയാൽ കാണാം, ഇന്ത്യയിൽ ഒരു വർഷം 2000 ടൺ ചന്ദനമാണ് ആവശ്യം, പക്ഷെ 100 ടണ്ണിൽ താഴെ മാത്രമാണ് ലഭ്യത. അപ്പോൾ അതും മറയൂരിലാണ് കൂടുതൽ. അതുകൊണ്ട് കൃഷി വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു സൂചനയാണ് ആ പത്രവാർത്തയിലും വന്നിരിക്കുന്നത്. അടുത്തത് എടുത്തു പറയാൻ സാധിക്കുക ബയ്യർ. നമ്മളുടെ മാർക്കറ്റിൽ ഏതൊരു പ്രൊഡക്റ്റ്, ഏതൊരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് ആര് വാങ്ങും, എങ്ങനെ വിൽക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് അല്ലെ, വിൽക്കാനുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഒത്തിരി വരും. ഇത് ആര് വാങ്ങും എന്നുള്ളതും കോമ്പറ്റീറ്റർ ഉള്ള ഒരുപാട് പ്രൊജക്ടുകളായിരിക്കും നമ്മുടെ ചുറ്റുപാട് ഒരു ബിസിനസ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ഒന്ന് കോമ്പറ്റീറ്റർ ഇല്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ ഇത് ആര് വാങ്ങും എന്നുള്ളതിന്റെ ഒരു ടെൻഷൻ നമുക്ക് ആർക്കും വേണ്ട. കാരണം ബയ്യർ ഗവൺമെന്റ് ആണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മളുടെ മെച്യൂരിറ്റി പീരീഡിലെത്തിയ ചന്ദനത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് മുറിച്ചുകൊണ്ട് പോയി ലേലത്തിൽ വെച്ചതിന് ശേഷം പ്രോപ്പർട്ടി ഓണർ ആധാരം ആരുടെ പേരിലാണോ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രഷറി വഴി വിറ്റതിന് ശേഷം ലേലം കഴിഞ്ഞതിന് ശേഷമുള്ള ഫണ്ട് 100% ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കേവലം 5% ഒക്കെയാണ് നിലവിൽ കട്ടിങ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്. കാരണം മാർക്കറ്റിൽ നമുക്കിത് കൊണ്ടു നടന്ന് വിൽക്കേണ്ട ഒരു അവസരം അല്ലെങ്കിൽ ഒരു അവസ്ഥ വരുന്നില്ല. ഗവൺമെന്റ് തന്നെ നേരിട്ട് വിൽപ്പന നടത്തി തരുന്നു. കാരണം ഇത് എക്സ്പോർട്ടിംഗ് നിലവിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ എല്ലാ വിൽപ്പനയും നോക്കി നടത്തി തരുന്നത്. അടുത്തത് ആക്സബിലിറ്റി ആൻഡ് വിസിബിലിറ്റി. നമുക്കറിയാം ഓരോ പ്രൊജക്ട് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോ അല്ലെങ്കിൽ ഒരു ബസ് റൂട്ട് ഫ്രണ്ടേജോ ആണ്. പ്രോപ്പർട്ടിക്കകത്തേക്ക് കടക്കുന്നതിനുള്ള വഴി സൗകര്യങ്ങൾ 10 അടിയോളം വരുന്ന വഴി സൗകര്യങ്ങൾ എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ പോകുന്നത് പോലെ തന്നെ വഴിയിട്ട് അവസാനത്തെ പ്രോപ്പർട്ടിയിൽ നമുക്ക് എത്തിപ്പെടാനും ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ എല്ലാം സാധിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ്. പ്രോപ്പർട്ടി CCTV ഇൻസ്റ്റാൾ ചെയ്ത് ലാൻഡ് ഓണറുടെ മൊബൈൽ ഫോണിലേക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. നെക്സ്റ്റ് സെക്യൂരിറ്റി ആൻഡ് മെയിൻ്റനൻസ്. ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന ഒന്ന്. കാരണം ആര് എങ്ങനെ പരിപാലിക്കും? ഇവിടെ കമ്പനി നമുക്ക് എഗ്രിമെന്റ് കൂടി തരുമ്പോൾ തന്നെ 15 വർഷത്തേക്കുള്ള ഈ ഒരു എഗ്രിമെന്റിൽ സർവീസ് വരെ കമ്പനി ഇവിടെ ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. CCTV ക്യാമറ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ്, ഡേ നൈറ്റ് സെക്യൂരിറ്റി ഗാർഡ്സ്, ചുറ്റിനും ഫെൻസിങ് ചെയ്യുന്നു. അതും 20 അടി ഹൈറ്റിനാണ് ഈ ഒരു പ്രോപ്പർട്ടിയെ ഫെൻസിങ് ചെയ്യുന്നത്. ഡോഗ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. തോട്ടം തൊഴിലാളികളുടെ സർവീസ് എല്ലാം തരുന്നു. അതോടൊപ്പം തന്നെ ഓരോ മരത്തിലും ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ട് ആ ഒരു ചിപ്പ് സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. കാരണം ഈ ഇത്രയും സെക്യൂരിറ്റി സിസ്റ്റത്തെ മറികടന്നുകൊണ്ട് ആരെങ്കിലും വന്ന് മരത്തെ മുറിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ വൈബ്രേഷനിൽ 10ഓളം മൊബൈൽ ഫോണിലേക്ക് അലാറം പോകുന്ന രീതിയിലുള്ള ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റവും എല്ലാം ചിപ്പ് സെക്യൂരിറ്റിയിലൂടെ കമ്പനി ഉറപ്പ് നൽകുന്നു. ഇനി അടുത്തതായിട്ട് എടുത്തു പറയാം പ്ലോട്ട് സെലക്ഷൻ ഓപ്പർച്യൂണിറ്റി. വയനാട്ടിലാണ് നമ്മുടെ പ്രൊജക്ട് ഉള്ളത്. നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത് ഈ ഒരു മീറ്റിംഗ് കേൾക്കുന്നതിന് വേണ്ടി, പ്രൊജക്ട് കേൾക്കുന്നതിന് വേണ്ടി, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി നേരിട്ട് പോയിട്ട് അവിടെ കാണുന്നതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും
സജ്ജീകരണങ്ങളും അവർ ഉറപ്പ് നൽകുന്നുണ്ടാവും. അങ്ങനെ നേരിട്ട് പോയി കണ്ടതിന് ശേഷം ആ പ്രോപ്പർട്ടി എത്രാം നമ്പർ പ്ലോട്ട് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചൂസ് ചെയ്ത് അതിന് തന്നെ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് കരാർ എഴുതി ആധാരം രജിസ്റ്റർ ചെയ്ത് വാങ്ങാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. നെക്സ്റ്റ്, ലോ മെയിൻ്റനൻസ് ആൻഡ് അഡീഷണൽ ഇൻകം. കാരണം ഈ ഒരു 15 വർഷത്തേക്ക് ഇത് മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ ഓരോ വർഷവും ഈ ഒരു കരാർ നമുക്ക് പുതുക്കേണ്ടതുണ്ട്, മെയിൻ്റനൻസ് കരാർ. അപ്പോൾ 10,000 രൂപയാണ് മെയിൻ്റനൻസ് കരാറായിട്ട് അവിടെ ചാർജ് ആയിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു 5,000 രൂപ നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ ആയിട്ട് വരുമാനമായിട്ട് കിട്ടുന്ന ഒരു ലീസ് എഗ്രിമെന്റ് കൂടി തരുന്നു. കാരണം ഇതിന്റെ ഇടവിള കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ മറ്റ് കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നൊരു വിഹിതം എന്നോണം തന്നെ നമ്മൾക്ക് ഒരു 5,000 രൂപ ഇയർലി ഒരു ലീസ് എഗ്രിമെന്റ്, ഒരു പാട്ടക്കരാർ ചെയ്യുമ്പോൾ ആ കരാറ് പ്രകാരം നമുക്ക് അതിലൂടെ ഒരു വരുമാനവും ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അടുത്താണ് പ്രൊജക്ടിന്റെ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡൽവുഡ് കൃഷി ചെയ്യുന്ന കർഷകരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഇതിനു മുമ്പ് പ്രോപ്പർട്ടി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കർഷകരെല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു അസോസിയേഷൻ രൂപീകരിച്ചുകൊണ്ട് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് അതിന്റെ സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തികളും ഈ ഒരു അസോസിയേഷന്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന വാർത്തയാണ്, ഈ ഒരു ഗ്രൂപ്പ് ഫാർമേഴ്സ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ പ്രസിഡന്റായ അനുവർക്കി സാർ, സെക്രട്ടറി ലിസിയാമ, ട്രഷററായിട്ട് ഷഹീന റാഫി ഇവരെ തെരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ 7 അംഗ കമ്മിറ്റി അംഗങ്ങളും പ്രോപ്പർട്ടിയിൽ വരുന്ന ബാക്കി എല്ലാവരും ഏകദേശം 40ഓളം പേര് ഒരു ലാൻഡിൽ വരുമ്പോൾ അവരെല്ലാവരും ചേർത്തുകൊണ്ട് ഈ ഒരു അസോസിയേഷൻ വരുമ്പോൾ നമുക്കറിയാം 1400 ഏക്കറിൽ 2 ഏക്കറിന്റെ 700 പ്രൊജക്ടുകളാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 700ഓളം അസോസിയേഷൻ അല്ലെങ്കിൽ ചന്ദന കൃഷി ചെയ്യുന്ന ഒരു കർഷക കൂട്ടായ്മ 700ഓളം സംഘടനകൾ വരുന്ന ഒരു പ്രൊജക്ട് കൂടിയിട്ടാണ്. ഏകദേശം 28,000 പ്ലോട്ടുകളാണ് നമ്മൾ വിൽക്കുക. നമുക്കറിയാം ഇതുപോലെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ 28,000 പേരടങ്ങുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ്, ഒരു സംഘടനയാണ്, സൊസൈറ്റിയാണ് ഈ ഇതിലൂടെ നമ്മളിവിടെ കാഴ്ചവെക്കുന്നത്. ഈ ഒരു സൊസൈറ്റിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ ഒരു സൊസൈറ്റിയാണ് പൂർണ്ണമായിട്ട് ഈ ഒരു കർഷകരുടെ കൂട്ടായ്മയോ അല്ലെങ്കിൽ ഈ ഒരു കൃഷിയെ മേൽനോട്ടം വഹിക്കുന്നത്. കമ്പനിയോടുമായിട്ട് ചേർന്നുകൊണ്ട് കമ്പനിയോട് അവിടെ എന്താണ് അടുത്തത് ചെയ്യാനുള്ളത് എന്നുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത് ഈ സൊസൈറ്റി വഴി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഭാവിയിൽ ഒരു സംഘടന ഉണ്ടെങ്കിൽ കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റു സബ്സിഡികളും ആനുകൂല്യങ്ങളെല്ലാം ഈ ഒരു കർഷക സംഘം വഴി നമുക്ക് നേടിയെടുക്കാനും ഓരോ കർഷകർക്ക് അതിന്റെ ആനുകൂല്യം കൈപ്പറ്റാനും സാധിക്കുന്നുണ്ടാവും. നെക്സ്റ്റ്, ഈ ഒരു പ്രൊജക്റ്റും കേട്ടപ്പോൾ മനസ്സിലാക്കിയപ്പോൾ എനിക്കും ഭാവിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി ഒരു പ്രൊജക്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന ഏതൊരു സാധാരണക്കാർ പോലും ഈ ഒരു പ്രൊജക്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫുൾ പേയ്മെന്റ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും റെഡി പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ആധാരം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഡോക്യുമെന്റ് നമ്മളുടെ വീട്ടിൽ, നമ്മുടെ അലമാരയിൽ കൊണ്ടുവന്ന് വെക്കാം, അല്ലെ? ഇനി ഘട്ടം ഘട്ടമായിട്ട് പൈസ കൊടുക്കാൻ, പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിലോ ഒരു അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് 2 lakhs കൊടുത്തതിന് ശേഷം 2-3 മാസം കൊണ്ട് തവണകളായിട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ തവണ സെറ്റിൽമെന്റ് ചെയ്തുകൊണ്ടോ പ്രോപ്പർട്ടി കരാർ ചെയ്ത് ആധാരം രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പേരിലോട്ട് മാറ്റാം. ഇനി അതല്ല, ലോൺ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ലോൺ എടുത്തുകൊണ്ട് പലിശ കൂടുതൽ കൊടുക്കാതെ ഇവിടെ നമ്മളുടെ കമ്പനി ഒരുക്കുന്നുണ്ട്. 0 ഇൻട്രസ്റ്റിൽ തന്നെ നമുക്ക് തവണകളായിക്കൊണ്ട് പണം അടച്ചുകൊണ്ടും ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഇവിടെ 80 മാസത്തെ ഒരു തവണകളിലൂടെ നമുക്ക് ചെറിയൊരു പേയ്മെന്റ് അടച്ചുകൊണ്ട് നമുക്ക് മാസം തവണകളായിക്കൊണ്ട് നമ്മുടെ പേരിലോട്ട് ഈ ഒരു ഭൂമി നമുക്ക് വാങ്ങിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഏതൊരു സാധാരണക്കാർക്കും ഈ ഒരു പ്രൊജക്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നു, അവർക്കും ആകാം കോടീശ്വരൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് കേട്ടു. അപ്പോ മനസ്സിൽ തോന്നേണ്ട ഒന്ന് ഒരു മണി തിയറി തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും പണം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഇതെങ്ങനെ സേവ് ചെയ്യണമെന്നോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അറിയാതെ നമ്മൾ നേരെ കൊണ്ടുപോയി ചെലവാക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭാവിയിൽ നോക്കുമ്പോൾ നമുക്ക് ഭാവിയിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയായിരിക്കും, അല്ലെ? ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്? കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു 20% മാറ്റി വെച്ചുകൊണ്ട് അത് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മൾ തയ്യാറാവുക. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ എന്നും നമുക്ക് പണം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നമുക്ക് അടിച്ചു പൊളിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ പണ്ട് കാലത്ത് ഇതിനെ ചേർത്ത് വെക്കുന്ന ഒരു പഴഞ്ചൊല്ല് കാരണന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഒരു പ്രൊജക്ട്. സമ്പത്ത് കാലത്ത് 20 തൈ വെച്ചാൽ, അതും ചന്ദന തൈ വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തല്ല 5 കോടി തിന്നാൻ പറ്റുന്ന, സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൊജക്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളുകളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ പ്രൊജക്റ്റിനോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവുക. താങ്ക് യു മാഡം, ഷീല മാഡം. ഓക്കെ, താങ്ക് യു അനീഷ് സാർ, സോണൽ മാനേജർ ഓഫ് ജസ്പെയ്ഡ് ഇന്റർനാഷണൽ. സാർ നമ്മുടെ വ്യക്തമായും കൃത്യമായും നമുക്ക് പ്ലാൻ പറഞ്ഞു തന്നു. നമ്മുടെ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് അസോസിയേഷൻ
കമ്പനിയുമായി ഒത്തുകൊണ്ട് ജൈവ കൃഷിയിലൂടെ നമുക്ക് സാൻഡൽവുഡിന്റെ ആ ഒരു സാധ്യതകളും ആ കൃഷി നടത്തുന്ന രീതിയും അതിന്റെ വരും കാലങ്ങളിലുള്ള ആവശ്യകതയും അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് എങ്ങനെ വലിയ രീതിയിൽ ഹൈ റിട്ടേൺ നമുക്ക് കിട്ടും എന്നൊക്കെ സാറ് നല്ല വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സാർ. സാറിന്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്നും സാർ ഭാവിയിൽ ഒരു കോടീശ്വരനാവട്ടെ എന്നും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. താങ്ക് യു അനീഷ് സാർ.